السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് സഹാബത്തെല്ലാം ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ, അതഅദനു ലീ ഫിസ്സിന, ഓ നബിയെ, അങ്ങെനിക്ക് വ്യഭിചാരത്തിന് അനുവാദം നൽകുമോ, അതെനിക്ക് അനുവദിച്ചു നൽകുമോ? ഫസാഹന്നാസു ബിഹ്, ഈ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ഈ യുവാവ് ചോദിച്ചപ്പോൾ ആളുകളെല്ലാം ഒച്ചയിട്ടു, അവരെല്ലാം ശബ്ദമുണ്ടാക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ നബി പറഞ്ഞു, ഖർരിബൂ, അയാളോട് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറയൂ. അങ്ങനെ ഉദ്നു ഫദനാ ഹത്താ ജലസ ബൈന യദൈഹി, അടുത്തേക്ക് വരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാൾ അടുത്തേക്ക് വന്ന് നബിയുടെ മുന്നിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മ അത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ, നിനക്കത് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ലാ ജഅലനില്ലാഹു ഫിദാക്, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലിക അന്നാസ് ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, എങ്കിൽ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ആളുകൾ ആരും അവരുടെ ഉമ്മമാർ, ഒരാളും അയാളുടെ ഉമ്മ വ്യഭിചരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുഹിബ്ബു ലിബ്നതിക്, നിന്റെ മകളത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ലാ ജഅലനില്ലാഹു ഫിദാക്, ഇല്ല ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലിക അന്നാസ് ലാ യുഹിബ്ബുഹു ലിബനാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരാളും അയാളുടെ മകൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. അതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിന്റെ സഹോദരി വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ലാ ജഅലനില്ലാഹു ഫിദാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, ജനങ്ങളും അങ്ങനെ തന്നെയാണ്, അവരാരും അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രക്തബന്ധുക്കളായ ചില സ്ത്രീകളുടെ കാര്യം അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു. എല്ലാത്തിനും അദ്ദേഹം ഇല്ല എന്നാണ് മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, ജനങ്ങളും അങ്ങനെ തന്നെയാണ്, അവരുടെ ഉമ്മയോ മകളോ സഹോദരിയോ, ഉപ്പയുടെ സഹോദരിയോ ഉമ്മയുടെ സഹോദരിയോ അവർ വ്യഭിചരിക്കുന്നത് അവരാരും ഇഷ്ടപ്പെടുകയില്ല. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ കൈവെക്കുകയും എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബ, അല്ലാഹുവേ, ഇവൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. വഗ്ഫിർ ദംബ, ഇവൻ്റെ പാപം നീ പുറത്തു കൊടുക്കണമേ. വഹസ്സിൻ ഫർജ, ഇവൻ്റെ ലൈംഗികാവയവത്തിന് നീ വിശുദ്ധി നൽകണമേ.
നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ആളുകളെല്ലാം മര്യാദകേടായി കണ്ട, അവരെല്ലാം ഒച്ചയിട്ട ഈ ചോദ്യം ചോദിച്ച യുവാവിനോട് എത്ര കരുണയോടെയാണ്, എത്ര അവധാനതയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, അവരോട് ഇതുപോലെ കരുണയോടെ പെരുമാറാനും ഇതുപോലെ കാര്യങ്ങൾ അവധാനതയോടെ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന, അവരെ ശരിയായ മാർഗത്തിലേക്ക്, പക്വതയുടെ വഴിയിലേക്ക് നയിക്കാനും ആളുകൾ ആവശ്യമുള്ളവരാണ്. എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നാൽ അവരെ തിന്മയിലേക്ക് വിളിക്കുന്ന, അവരെ വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഉപായങ്ങളും വഴികളും അതിൻ്റെ ആളുകളും നാട് നിറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിശ്ചയിച്ചിട്ടുള്ള ശക്തമായ വികാരങ്ങളിലൊന്നാണ് അവൻ്റെ വികാരം. അള്ളാഹു അത് നിശ്ചയിച്ചതിന് പിന്നിൽ ശ്രേഷ്ഠമായ അതിമഹത്തരമായ പല ഹിക്മത്തുകളുമുണ്ട്. മനുഷ്യകുലം നിലനിന്നു പോകുന്നത്, അവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നത് അവരിൽ ഈ വികാരമുള്ളതുകൊണ്ടാണ്. എന്നാൽ അത് നിജപ്പെടുത്തിയില്ല എങ്കിൽ, അതിനെ കയറൂരി വിട്ടാൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ആ വിഷയത്തിൽ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മെ നശിപ്പിച്ചു കളയാൻ മറ്റൊന്നും വേണ്ടതില്ല, അതുമാത്രം മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ്, അതദ്റൂന മാ അക്സറു മാ യുദ്ഖിലു الناس النار, ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإن أكثر ما يدخل الناس النار الأجوفان, ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഉള്ളുപൊള്ളയായ രണ്ട് അവയവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളാണ്. അൽ ഫർജു വൽ ഫം, അത് അവൻ്റെ ലൈംഗികാവയവും അവൻ്റെ നാവുമാണ്. അതദ്റൂന മാ അക്സറു മാ യുദ്ഖിലു الناس الجنة, ജനങ്ങളെ അധികമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അറിയുക. فإن أكثر ما يدخل الناس الجنة تقوى الله وحسن الخلق, ജനങ്ങളെ ഏറ്റവും അധികം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് തഖ്വയും അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള അവരുടെ ജീവിതവും സൽ സ്വഭാവവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിർക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന പാപം അത് കൊലപാതകമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കഠിനമായ ശിക്ഷക്ക് ഒരാൾ പാത്രീഭൂതനാകുന്ന തിന്മ അത് വ്യഭിചാരമാണ്. അവൻ്റെ ലൈംഗികാവയവം കൊണ്ടുള്ള തിന്മകളാണ്. നോക്കൂ, ഇസ്ലാമിൽ ആ തിന്മക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഹദ്, അതിൻ്റെ ശിക്ഷ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ലൈംഗികാവയവം കൊണ്ട് ചെയ്യുന്ന തിന്മക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷ നോക്കിയാൽ തന്നെ അതിൻ്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും കടുത്ത ശിക്ഷ മറ്റൊരു തിന്മക്കുമില്ല. ഒരുവൻ വിവാഹിതനായിട്ടാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവനെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്നതാണ് ഇസ്ലാമിലെ ശിക്ഷ. അത് ഒറ്റയടിക്കവൻ മരിച്ചു പോകുന്ന വലിയ കല്ലുകൊണ്ടല്ല, തീരെ ചെറുതുമല്ല, മറിച്ചവന് അതിൻ്റെ വേദനയേറ്റ് ശരീരം മുഴുവൻ വേദനിച്ച് മരിക്കാൻ മാത്രമുള്ള, രണ്ടിനുമിടയിൽ വലിപ്പമുള്ള കല്ലുകൾ കൊണ്ട് എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷയാണ് വിവാഹിതനായ വ്യഭിചാരിക്കുള്ളത്. വിവാഹിതനല്ലെങ്കിലോ നോക്കൂ, അവൻ്റെ ശരീരവും അവൻ്റെ ഹൃദയവും വേദനിക്കുന്ന ശിക്ഷയാണുള്ളത്. 100 അടി അവനെ അടിക്കണം എന്നാണ്. അതുകൂടാതെ നാട് കടത്തുകയും വേണം. ശരീരത്തിനും ഹൃദയത്തിനുമുള്ള ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുമ്പോൾ അവരോട് നിങ്ങൾക്കൊരു റഅഫത്തും ഒരു ദയവും, അവരെ ശിക്ഷിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് സൂറത്തു നൂറിൽ പറഞ്ഞത് കാണാം. അവരുടെ ശിക്ഷയ്ക്ക് ഒരു സംഘം മുഅ്മിനുകൾ സാക്ഷിയാകണമെന്ന് പറഞ്ഞത് കാണാം. ഇങ്ങനെയെല്ലാം റബ്ബ് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? നോക്കൂ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയല്ല. ഒരു വീട്ടിലെ ഒരാൾ വ്യഭിചരിച്ചാൽ എന്തായിരിക്കും ആ വീട്ടിൻ്റെ സ്ഥിതി?
ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെയുള്ള മാതാപിതാക്കളുടെ, പ്രായമേറിയവരുടെ, കുട്ടികളുടെ, നാളെ പുറത്തേക്കിറങ്ങി നടക്കേണ്ട മക്കളുടെ, അവരുടെ എല്ലാം സ്ഥിതി എന്തായിരിക്കും? ആളുകളെല്ലാം ലജ്ജ കൊണ്ട് തല താഴ്ത്തിപ്പോകുന്ന, കുടുംബത്തിൻ്റെ യശസ്സും സൽപ്പേരുമെല്ലാം ഇല്ലാതായി പോകുന്ന അങ്ങേയറ്റം ഗൗരവകരമായ തിന്മയാണ്. അത് മനുഷ്യൻ്റെ നസബിനെ തകർത്തു കളയും, അഥവാ മനുഷ്യൻ്റെ വംശപാരമ്പര്യത്തെ നശിപ്പിച്ചു കളയും. വ്യഭിചാരത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ ഒരു പുരുഷനിലേക്ക്, ഒരു പിതാവിലേക്ക് ചേർത്തി പറയുകയില്ല, അവൻ്റെ ഉമ്മയിലേക്കാണ് അവനെ ചേർത്തി പറയുക. എത്രത്തോളം വ്യഭിചരിച്ച ആൾ തന്നെ ആ പെണ്ണിനെ വിവാഹം ചെയ്താൽ പോലും ആ കുഞ്ഞിനെ അയാളിലേക്ക് ചേർത്തി പറയുകയില്ല. സുബ്ഹാനല്ലാഹ്. കാരണം വ്യഭിചാരിക്കുള്ളത്, അവനുള്ളത് ഹജറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ. സന്താനത്തെ ചേർത്തി പറയുക നിയമപരമായി വിവാഹം ചെയ്ത പുരുഷനിലേക്ക് മാത്രമാണ്. വലിൽ ആഹിരിൽ ഹജർ. വ്യഭിചാരിക്കുള്ളത് കല്ലേറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, വിവാഹം അത് കൗനിയായ സുന്നത്താണ്, അഥവാ അള്ളാഹു പ്രാപഞ്ചികമായി നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമമാണ്. അത് മതപരമായൊരു നടപടിക്രമം മാത്രമല്ല. അതുകൊണ്ടാണ് നോക്കൂ, ഇസ്ലാമിക ഭരണകൂടവും മുസ്ലിമീങ്ങളുമെല്ലാം മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതസ്ഥരായി കഴിയുന്ന ആളുകളുടെ പോലും അവരുടെ വിവാഹം മുസ്ലിമീങ്ങൾക്ക് വിവാഹം തന്നെയാണ്. ആ വിവാഹത്തിലൂടെ ജനിച്ച മക്കൾ, അവരെ ആ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക ഭരണകൂടവും എല്ലാം കണക്കിലെടുക്കുക. വിവാഹത്തിലൂടെ ജനിച്ച മക്കൾ, നോക്കൂ, വിവാഹത്തിൻ്റെ പ്രാധാന്യം അത്രയുമുണ്ട്. അവരാകട്ടെ മുസ്ലിമീങ്ങളാകട്ടെ വിചാരത്തിൽ ജനിച്ച മക്കളാണോ, സുബ്ഹാനല്ലാഹ്, ആ മക്കൾ പോലും അതിൻ്റെ പരിണിത ഫലം ദുനിയാവിൽ ഈ വിധത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പ്രിയമുള്ളവരെ, ധാരാളക്കണക്കിന് അപകടങ്ങൾ ഈ ലോകത്തും പരലോകത്തും വരുത്തി വെക്കുന്ന തിന്മകളാണ് ലൈംഗികാവയവം കൊണ്ടുള്ള തിന്മകൾ. നോക്കൂ, അതിലേക്ക് നയിക്കുന്ന പ്രേരകങ്ങൾ നമുക്ക് ചുറ്റുമെമ്പാടും നമ്മുടെ കൈകളിലും നമ്മുടെ കീശകളിലും ഏത് സമയത്തും നിലകൊള്ളുകയാണ്. പഴയ കാലം പോലെ തിന്മയിലേക്ക് ആരും കാണാതെ എവിടെയെങ്കിലും പോയി അതിനുവേണ്ടി പ്രത്യേകം മെനക്കെടേണ്ടതില്ല. ഓരോരുത്തരുടെ കയ്യിലും അതാ നഗ്നതകൾ, തുണിയുരിഞ്ഞ ചിത്രങ്ങളും അതല്ലാത്ത രംഗങ്ങളും എല്ലാവരുടെ കയ്യിലും വന്നണയുന്ന അങ്ങേറ്റം അപകടകരമായ, അള്ളാഹുവിൻ്റെ കാവലില്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നാമത്തേത് അത് മറ്റൊന്നുമല്ല, നീ അള്ളാഹുവിൽ നിന്റെ ഹൃദയം അവലംബിച്ചുകൊണ്ട്, അവനിൽ തവക്കുലാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക, നിരന്തരം അവനോട് ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, നിങ്ങൾ റിസ്കിന്, ദുനിയാവിലെ ഉപജീവനങ്ങൾക്ക്, ദുനിയാവിലെ ജോലിയുടെയും കച്ചവടത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ അള്ളാഹുൽ തവക്കുലാക്കാറില്ലേ? അള്ളാഹുൽ ഭരമേൽപ്പിക്കാറില്ലേ? ഇതാ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, അവനിൽ തവക്കുലാക്കുക. അവനല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഞാൻ കാലിടറിപ്പോകുന്ന വഴി ഏതാണ്? ഞാൻ പെട്ടെന്ന് വീണുപോകുന്ന എൻ്റെ തിന്മയുടെ, എനിക്ക് കൂടുതൽ ഞാൻ ചാഞ്ഞുപോകാൻ സാധ്യതയുള്ള തിന്മ ഏതാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ കൂടുതൽ ചാഞ്ഞുപോകാൻ സാധ്യതയുള്ള തിന്മ ഏതാണ്? നിങ്ങളുടെ ദൗർബല്യം എവിടെയാണ്? അത് നിങ്ങൾക്കറിയാം. അള്ളാഹുവിനോട് ആ വിഷയത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യൂസുഫ് നബി അലൈഹിസ്സലാം അതാ വ്യഭിചാരത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്ക് ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഖാല മആദല്ലാഹ്, അള്ളാഹുൽ അഭയം, അവൻ്റെ അഭയമല്ലാതെ, അവൻ്റെ കാവലല്ലാതെ ഒരു കാവലില്ല. അവൻ ഹൃദയം ശുദ്ധീകരിച്ചു തന്നില്ല എങ്കിൽ മറ്റാരും നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരാനില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആയിൽ നമുക്ക് കാണാം, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്റിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഇവരീ ക്ഷണിക്കുന്ന വ്യഭിചാരത്തെക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. വഇല്ലാ തസ്റിഫ് അന്നി കൈദഹുന്ന, എൻ്റെ റബ്ബേ, ഇവരുടെ കുതന്ത്രത്തെ നീ എന്നിൽ നിന്ന് തട്ടിത്തിരിച്ചില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും, ഞാൻ അവിവേകികളിൽ അകപ്പെട്ടു പോകും. നോക്കുക, ദുആ
എത്ര ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണത്. അതുപോലെ സഹോദര, നീ റബ്ബിനോട് ഒറ്റക്കിരുന്ന് അവനിലേക്ക് കരങ്ങൾ ഉയർത്തി നീ കരഞ്ഞു പ്രാർത്ഥിക്കുക. റബ്ബേ, നീ എൻ്റെ ഹൃദയത്തെ പിടിച്ചു വച്ചില്ല എങ്കിൽ, നീ എന്നെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ തിന്മയിലേക്ക്, ഈ വ്യഭിചാരത്തിലേക്ക്, സ്വർഗരതിയിലേക്ക്, ഈ വൃത്തികേടുകളിലേക്ക് റബ്ബേ ഞാൻ വീണുപോകും എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവനല്ലാതെ നമുക്ക് കാവലേകാൻ മറ്റാരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് നമുക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ദംബി വതഹിർ ഖൽബി വഹസ്സിൻ ഫർജി. അല്ലാഹുമ്മ തഹിർ ഖൽബി, അല്ലാഹു എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നൽകണമേ. വഹസ്സിൻ ഫർജി വഗ്ഫിർ ദംബി, എൻ്റെ പാപം പുറത്തു നൽകണമേ. വഹസ്സിൻ ഫർജി, എൻ്റെ ലൈംഗികാവയവം അതിന് നീ വിശുദ്ധി നൽകണമേ. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ തഹിർ ഖുലൂബന, അല്ലാഹുമ്മ തഹിർ ഖുലൂബന, അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബന, അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബന, അല്ലാഹുമ്മ ഹസ്സിൻ ഫുറൂജന, അല്ലാഹുമ്മ തഹിർ ഖുലൂബന വഗ്ഫിർ ദുനൂബന വഹസ്സിൻ ഫുറൂജന. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, പെൺമക്കൾക്ക് വേണ്ടി, ആൺമക്കൾക്ക് വേണ്ടി എല്ലാം പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുക. മൊത്തത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക. അതാണ് ഒന്നാമത്തെ വഴി. മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം സഹോദരങ്ങളെ, ഇസ്ലാമിലെ വൻ പാപങ്ങൾ അത് വിലക്കുന്നതോടൊപ്പം അതിലേക്കെത്തുന്ന വഴികളെയെല്ലാം ഈ ദീൻ വിലക്കിയിരിക്കുന്നു. അതിനെല്ലാം സൂക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, തീർച്ചയായും അത് വൃത്തികേടാണ്, അതങ്ങേറ്റം മോശമായ മാർഗമാണ്, അത് വലിയ തിന്മയാണ്. അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് അതുപോലുള്ള തിന്മയിലേക്ക് നീ വീണുപോകും എന്ന് തോന്നിയാൽ നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേക്കുക. നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേക്കുക. യൂസുഫ് അലൈഹിസ്സലാം ചെയ്തതുപോലെ ഫസ്തബഖൽ ബാബ, വാതിലിനടുത്തേക്ക് ആ പെണ്ണിനെ കവച്ചു വെച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം ഓടിയെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നാം അതിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ എവിടെയാണ്, ആ രംഗങ്ങൾ എവിടെയാണ്. അങ്ങോട്ടേക്ക് സഹോദര നീ കാലെടുത്തു വെച്ചിട്ട് പിന്നെ നീ അതിൽ കുടുങ്ങിപ്പോയല്ലോ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. നിനക്ക് നന്നായി അറിയാം അവിടെ നീ പിശാചിനെ സൂക്ഷിക്കുക. നോക്കൂ, വ്യഭിചാരത്തെക്കുറിച്ച്, അതിലേക്കെത്തുന്ന ധാരാളക്കണക്കിന് വഴികളെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയ സൂറത്താണ് സൂറത്തു നൂർ. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ആ സൂറത്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് വ്യഭിചാരത്തെയും അതിലേക്കെത്തുന്ന വഴികളെയും ഏതെല്ലാം നിലക്കാണ് അള്ളാഹു അതിൽ വിലക്കിയിട്ടുള്ളത് എന്ന് ആലോചിച്ചുകൊണ്ട് പഠിക്കണമെന്ന് ഞാൻ വസിയ്യത്ത് പറയട്ടെ. നോക്കൂ, അള്ളാഹു ആ സൂറത്തിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്. പിശാച് നിങ്ങളെ മെല്ലെ മെല്ലെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളത് തിരിച്ചറിയുക, ആ വഴിയിലേക്ക് പോകാതിരിക്കുക. അതിലൊന്നാമത്തേതാണ് കണ്ണുകൾ താഴ്ത്തുക എന്നത്. വിചാരത്തിലേക്ക് പോകാനുള്ള വഴികളിലൊന്നാണ് അനാവശ്യമായുള്ള നോട്ടം. നോക്കൂ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് പറയൂ നബിയെ, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കൂ നബിയെ. അല്ലാഹു കൽപ്പിക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ അള്ളാഹു പ്രത്യേകം പറയുകയാണ്. നബിയെ, മുഅ്മിനുകളോട് പറയൂ. അത് നമ്മെ അള്ളാഹു അറിയിക്കുകയാണ്, നമ്മെ കൊണ്ടത് പാരായണം ചെയ്യിക്കുകയാണ്. നബിയോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു മുഅ്മിനുകളോട് പറയാൻ. ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധം. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ നമ്മുടെ കട്ടുനോട്ടം അറിയുന്നു, നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നോട്ടം അതായിരുന്നു തുടക്കം. എന്നാൽ എത്ര വലിയ അപകടത്തിലേക്കായിരുന്നു ഒരുപാട് ആളുകളെ ആ നോട്ടം കൊണ്ടുചെന്നെത്തിച്ചത്. കാരണം നമ്മുടെ കണ്ണുകളിലെ ഹൃദയത്തിലേക്കുള്ള കവാടങ്ങളാണ്.
കണ്ണുകളിലൂടെ നീ കടത്തിവിടുന്ന മാലിന്യങ്ങൾ നിന്റെ ഹൃദയത്തിലാണ് പോയി പതിക്കുന്നത്. നോട്ടമെന്ന് പറയുന്നത് പിശാചിൻ്റെ അമ്പുകളിലൊന്നാണ്. ആ അമ്പു തറക്കുന്നത് മറ്റെവിടെയുമല്ല, നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിന് അത് പരിക്കുണ്ടാക്കുന്നു, നിന്റെ ഈമാൻ അത് ചോർത്തിക്കളയുന്നു. സഹോദരങ്ങളെ, കണ്ണുകളെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമാണ്. എന്നാൽ കണ്ണുകളെ ഒരാൾ നിയന്ത്രിച്ചില്ല എങ്കിൽ, ഒരാൾ തോന്നുന്നിടത്തൊക്കെ നോക്കി പിന്നീട് അതിനപ്പുറത്തേക്ക് എത്തിപ്പെട്ടാൽ അവിടെ രക്ഷപ്പെടുക വലിയ പ്രയാസമായിരിക്കും. നീ നിന്റെ കണ്ണുകൾ താഴ്ത്തുക, ആ ഒന്നാമത്തെ പടി, അത് സഹോദര എളുപ്പമാണ്. പക്ഷെ അത് നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നീ നോക്കി ആ നോട്ടം നിന്റെ മനസ്സിൽ പല ചിന്തകളും വിട്ടുതന്നു, അത് പല തീരുമാനങ്ങളിലേക്കും നയിച്ചു. അത് വൃത്തികേടുകളിൽ പിന്മാറാൻ സാധിക്കാത്ത കുടുക്കുകളിൽ നിന്നെ അകപ്പെടുത്തി. എന്നാൽ അതിൻ്റെ തുടക്കം അതൊഴിവാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പം നൽകിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിച്ചു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, യാ അലി ലാ തുത്ബിഇ നദ്റത നദ്റ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലകൽ ആഖിറ. ഓ അലി, നീ ഒരു നോട്ടത്തിനു പിന്നാലെ തുടരെ തുടരെ നോക്കരുത്. ഫഇന്ന ലകൽ ഊലാ, ആദ്യത്തെ കാഴ്ച, ഒരു കാഴ്ച കണ്ടുപോയത്, അതിൽ നീ അതിക്രമം ചെയ്തിട്ടില്ല. നമ്മൾ ആലോചിക്കാതെ, നമ്മൾ കരുതിക്കൂട്ടിയല്ലാതെ കണ്ടുപോകുന്ന കാഴ്ചകൾ. എന്നാൽ അതിനു പിന്നാലെ രണ്ടാമത് നീ നോക്കാൻ അതിന് നിനക്ക് അനുവാദമില്ല. ആ നോട്ടത്തിൽ തന്നെ തുടരാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ മക്കളുടെ, ചെറുപ്പക്കാരുടെ ചെറിയ പ്രായത്തിൽ നോക്കൂ, പ്രായപൂർത്തിയോടടുത്തതും പ്രായപൂർത്തി കഴിഞ്ഞ് പലപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ലാത്തതുമായ കുട്ടികളുടെ കയ്യിൽ ഉള്ള ഈ ഉപകരണത്തിൽ, ഈ മൊബൈലുകളിൽ, ആ സ്ക്രീനുകളിൽ അവർ ചേർന്നിട്ടുള്ള, അവരംഗമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൽ പലതും പ്രിയമുള്ളവരെ തുറന്നു നോക്കാൻ, ഒന്നും അതിലുള്ളത് എന്താണെന്നറിയാൻ ഒന്ന് തുറന്നു നോക്കാൻ പോലും യഥാർത്ഥത്തിൽ സാധിക്കാത്തതാണ്. കാരണം അതിലേക്ക് നോക്കിയാൽ ആദ്യം വരിക തുണിയുറിഞ്ഞ കാഴ്ചകളാണ്. അതിൽ വരിക ആലിംഗനങ്ങളും ചുംബനങ്ങളും ഒരുവൻ കിടപ്പറയിൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ് പരസ്യമായി വരിക. പ്രിയമുള്ളവരെ, അത് കണ്ടു കണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല. അത് തെറ്റാണെന്ന് പഠിച്ചറിഞ്ഞിട്ടും അതൊരു കുഴപ്പമില്ലതില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സുകൾ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഒരു തിന്മ എത്രത്തോളം നിസാരമാകുന്നോ അത്രത്തോളം അല്ലാഹുവിങ്കൽ അതിൻ്റെ ഗൗരവമേറും. നമ്മുടെ മനസ്സിലൊരു തിന്മയ്ക്ക് എത്രത്തോളം ഗൗരവം വർദ്ധിക്കുന്നോ അത്രത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നാളെ പരലോകത്ത് നമുക്ക് എളുപ്പമാക്കി നൽകും. അല്ലാഹുവിങ്കൽ അത് നിസാരമായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നാം ഈ നിസാരമായി കാണുന്ന തിന്മകളുടെ വലിപ്പവും അതിൻ്റെ കാഠിന്യവും അതിൻ്റെ ഗൗരവവും എത്രയായിരിക്കും, നാളെ ഏതു രൂപത്തിലായിരിക്കും അല്ലാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ നോട്ടങ്ങൾ നമ്മെ പിടികൂടാൻ വരുന്നത്, ഈ കണ്ണുകൾ നമുക്കെതിരിൽ സാക്ഷി പറയുന്നത്, ഈ ആസ്വദിച്ച സ്വാദനങ്ങൾ, നമ്മുടെ തൊലികൾ നമുക്കെതിരിൽ സാക്ഷി പറയുന്ന രംഗം പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് ഈ കാര്യം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് പ്രിയമുള്ളവരെ, അശ്ലീല വാർത്തകൾ, വൃത്തികേടുകൾ നടന്നു, അതിനെക്കുറിച്ചുള്ള വാർത്തകളും വിവരണങ്ങളും അതിലേക്ക് ചെവി കൊടുക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, കാണാതിരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ, അതാ സൂറത്തു നൂറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രേഷ്ഠമായ സൂറത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫാഹിഷത്ത്, വൃത്തികേട് പ്രചരിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും വേദനയേറിയ ശിക്ഷയുണ്ട്. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, വാർത്തകൾ എന്ന പേരിൽ പടച്ചുവിടപ്പെടുന്ന പലതിൻ്റെയും ഉള്ളിലെ ലക്ഷ്യം വാർത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലോ, ആളുകൾക്ക് ഉപകാരപ്രദമായ വിവരമറിയിക്കലോ മറ്റൊന്നുമല്ല, മറിച്ച് കച്ചവടം മാത്രമാണ്. അവൻ്റെ റേറ്റിംഗ് കൂട്ടാൻ, അവൻ്റെ കാണികളെ വർദ്ധിപ്പിക്കാൻ ഇക്കിളിപ്പെടുത്തുന്ന തലക്കെട്ടുകൾ നൽകി വാർത്തകളും മറ്റും പ്രചരിപ്പിക്കുകയാണ്. ദാ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു, പുതിയ ആരോപണം വന്നിരിക്കുന്നു, പുതിയ ഇത് വന്നിരിക്കുന്നു, അത് വന്നിരിക്കുന്നു. എന്താണ് അവൻ്റെ ലക്ഷ്യം? അവൻ്റെ ലക്ഷ്യം പണമുണ്ടാക്കലാണ്. നീ അത് കണ്ട് അതിൻ്റെ ലാഭം അവന് എത്തിച്ചേരുക. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം ഇത് മലീമസമാക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഈ വായനകൾ, ഈ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ ഏതവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന്? ഈ ആളുകൾക്ക്
ഈ ആളുകൾക്ക് തെരുവോരങ്ങളിൽ ആളുകൾക്ക് മുന്നിൽ കൈ നീട്ടി നിന്ന് യാചിക്കുക എന്ന ജോലിയായിരുന്നു ഇതിനേക്കാൾ നല്ലത്. ഈ വൃത്തികേട് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് പണമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്. അതിനു പറ്റിയ ചിത്രങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നൽകും, ആളുകളെ ആകർഷിക്കാൻ, ആളുകൾ കേൾക്കാൻ, ആളുകൾ അത് കാണാൻ. പ്രിയ സഹോദരങ്ങളെ, അതിലേക്ക് നോക്കരുത് നിങ്ങൾ. അതിലേക്ക് അത് വർദ്ധിച്ച ഒരു കാലത്താണ് എങ്കിൽ ആ മാധ്യമങ്ങൾ തുറക്കാതിരിക്കുക. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവരിൽ പലരും വൃത്തികേടുകൾ, ഇതുപോലെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ വ്യാപകമായാൽ വാർത്തകൾ അന്വേഷിക്കുകയോ വാർത്തകൾ പറയുകയോ ചെയ്യുമായിരുന്നില്ല. സഹോദരങ്ങൾ, വളരെ ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയമാണ് ഈ കേടുവരുന്നത്. ഹൃദയത്തിന് ദുനിയവിയായ എന്തെങ്കിലും, ഭൗതികമായ എന്തെങ്കിലും അപകടം വരാതിരിക്കാൻ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ഒരു ഡോക്ടർ പറയുകയാണ്, ഇന്ന ഭക്ഷണം ശ്രദ്ധിക്കണം, ഹൃദയത്തിന് രോഗം വരാനിരിക്കുന്നു, അറ്റാക്ക് വരാനിരിക്കുന്നു, ഇന്ന ഭക്ഷണം കഴിക്കരുത്, രാവിലെ നടക്കണം, ഓടണം എന്നൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കും. കാരണം അത് നിലച്ചു പോയാൽ ജീവൻ പോയി. അതെ, അത് കേടുവന്നാൽ ബാക്കിയെല്ലാം കേടുവന്നു. ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കണ്ട കാഴ്ചകളും വാർത്തകളും ഒരുപക്ഷെ നമ്മുടെ ഈമാനിനെ ദോഷകരമായി ബാധിക്കുക നമ്മുടെ മരണസമയത്തായിരിക്കും. അതുവരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അമാലിന്യം ആർക്കും കാണാൻ സാധിക്കാത്ത, നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരുപക്ഷെ ആ കറ അടിഞ്ഞുകൂടിയേക്കും. ഒടുവിൽ റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് ഈമാനുമായി പോകേണ്ട സമയത്തായിരിക്കും അത് നമ്മെ പിടികൂടുന്നത്. സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, കണ്ണുകൾ താഴ്ത്തുക, വൃത്തികെട്ട വാർത്തകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, അതിന് പിന്നാലെ പോകാതിരിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വ്യഭിചാരം പോലെയുള്ള തിന്മകളിൽ നിന്ന് സമൂഹം രക്ഷപ്പെടാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വകാര്യതകൾ സംരക്ഷിക്കുക, സ്വകാര്യതകളാക്കി വെക്കുക എന്നത്. നോക്കൂ, ഇസ്ലാമിൽ അതുമായി ബന്ധപ്പെട്ട എത്ര നിയമങ്ങളാണുള്ളത്. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൻ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ കയറരുത്, അനുവാദം ചോദിക്കുകയും സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും വഇൻ ഖീല ലക്കും ഇർജിഊ ഫർജിഊ ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം. നിങ്ങൾ അവിടെ ആരെയും കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അനുവാദം ലഭിച്ചിട്ടല്ലാതെ അങ്ങോട്ട് കയറിപ്പോകരുത്. നിങ്ങളോട് തിരിച്ചു പോകൂ എന്ന് പറയപ്പെട്ടാൽ തിരിച്ചു പോവുക. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഇസ്തിഅ്ദാനു സലാസ്, 3 തവണ അനുവാദം ചോദിക്കണം. ഒരു വീട്ടിലേക്ക് കയറുകയാണ്, ഒരു തവണ അനുവാദം ചോദിച്ചു കിട്ടിയില്ല, നേരെ അങ്ങ് കയറുകയാണോ? വീണ്ടും ചോദിക്കണം. എന്നിട്ടും കിട്ടിയില്ല, വീണ്ടും ചോദിക്കണം. എന്നിട്ടും കിട്ടിയില്ലേ, തിരിച്ചു പോകണം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളിൽ പലരുടെയും വീടുകൾ റോഡരികിൽ പഴയകാലത്തുണ്ടായിരുന്ന സത്രങ്ങൾ പോലെയാണ്. ആർക്കും അവിടെ കയറാം, ആർക്കും കയറാം, അനുവാദം ചോദിക്കേണ്ടതില്ല. ആര് കയറിയാലും അവന് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ആകരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. ഇസ്ലാമിൽ ഇതിൻ്റെ ഗൗരവം എത്രയാണ് ഇതിൻ്റെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ നബി ഇരിക്കുന്ന വീട്ടിന് പുറത്തു നിന്ന് അലിജ്, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളോട് പറയുകയാണ്, പുറത്തിറങ്ങി അവന് പഠിപ്പിച്ചു കൊടുക്കൂ എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത്. അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറയുക, സലാം അലൈക്കും, ഞാൻ കയറിക്കോട്ടെ എന്നവന് പഠിപ്പിച്ചു കൊടുക്കൂ. നബി ഇത് ഉള്ളിൽ നിന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആൾ കേട്ടു. അദ്ദേഹം അതുപോലെ വേഗം ചോദിച്ചു, അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറഞ്ഞിട്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാൻ അനുവാദം നൽകി. നോക്കൂ, അങ്ങനെ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. അനുവാദം ചോദിച്ചാൽ, നീ വാതിലിൽ മുട്ടിയാൽ നീ ഒരു വശത്തേക്ക് മാറി നിൽക്കുക. വാതിൽ തുറന്നാൽ അയാളുടെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് കാണുവാൻ സാധിക്കുന്ന രൂപത്തിൽ മധ്യത്തിൽ നീ നിൽക്കരുത്.
വശത്തേക്ക് മാറി നിൽക്കുക. നോക്കൂ, അങ്ങനെ അനുവാദം ലഭിച്ചാൽ നീ കയറുക, അയാൾ അനുവദിച്ച സ്ഥലത്തു മാത്രം ഇരിക്കുക. നീ നിന്റെ കണ്ണുകൾ വീട്ടിൻ്റെ ഉള്ളകങ്ങളിലേക്ക് പായിക്കാൻ പാടില്ല, കണ്ണുകൾ അടക്കി വെക്കുക. എന്തെല്ലാം മര്യാദകൾ! മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലൗ അന്ന ഇംറഅൻ ഇത്തലഅ അലൈക ബിഗൈരി ഇദ്നിൻ ഫഖദഫ്തഹു ബിഅസാത്തിൻ ഫഖഫഅത ഐനഹു ലം യകുൻ അലൈക ജുനാഹ്. ആരെങ്കിലും നിന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി നിന്റെ അനുവാദമില്ലാതെ നീ അവനെ ഒരു കല്ലെടുത്തെറിഞ്ഞു, അവൻ്റെ കണ്ണു പൊട്ടിപ്പോയാൽ നിനക്ക് കുറ്റമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റു ചില റിവായത്തുകളിൽ കാണാം, ഫലാ ദിയത വലാ ഖിസാസ്, അതിന് പ്രതിക്രിയയോ നഷ്ടപരിഹാരമോ ഇല്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരാളിങ്ങനെ നോക്കുകയാണ്. നബിയുടെ കയ്യിൽ ഒരു ചീർപ്പുണ്ടായിരുന്നു. അവിടുന്ന് അതെടുത്ത് അയാളുടെ കണ്ണിലേക്ക് കുത്താനൊരുങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഅലമു അന്നക തൻദുർ. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലതഅൻതു ബിഹി ഫി ഐനിക്, ഇതുകൊണ്ട് നിന്റെ കണ്ണിൽ ഞാൻ കുത്തുമായിരുന്നു. ഇന്നമാ ജുഇലൽ ഇസ്തിദാനു മിൻ അജ്ലിൽ ബസർ. അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിക്കപ്പെട്ടത് തന്നെ ഈ നോട്ടങ്ങളുടെ പേരിലാണ്. കാണാൻ പാടില്ലാത്തത് കാണരുത് എന്നതിൻ്റെ പേരിലാണ്. പ്രിയമുള്ളവരെ, ഇതിൽ രോഷമുള്ളവരായിരിക്കണം നമ്മൾ, ധാർമ്മിക രോഷം ഉള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ വീടുകൾ ഇങ്ങനെ ആർക്കും തോന്നിയതുപോലെ കയറാൻ സാധിക്കുന്നതാകരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ ഭാര്യയുമായി ആരെങ്കിലും മോശമായ അവസ്ഥയിൽ ഞാൻ അവനെ വാളുകൊണ്ട് വെട്ടും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി അതറിഞ്ഞപ്പോൾ പറഞ്ഞു, സഅദിൻ്റെ ഗൈറത്തിനെ കുറിച്ച്, രോഷത്തെക്കുറിച്ച്, ധാർമ്മിക രോഷത്തെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഫഅന അഗ്യറു മിൻഹു, ഞാൻ സഅദിനേക്കാൾ ആ രോഷമുള്ളയാളാണ്. ഫല്ലാഹു അഗ്യറു മിന്നി, അള്ളാഹു എന്നേക്കാൾ ആ രോഷമുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു വ്യഭിചാരം ഹറാമാക്കിയത്. അവൻ രോഷം കൊള്ളുന്നവനാണ് അവൻ്റെ അടിമ വ്യഭിചരിക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹു ഉദ്ർ ഇഷ്ടപ്പെടുന്നവനുമാണ്, അവൻ ഒഴിവ് കഴിവ് ഇഷ്ടപ്പെടുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം ധാർമ്മിക രോഷം അതിൻ്റെ പരിധി വിട്ട് ഒരു ഒഴിവ് കഴിവും ജനങ്ങൾക്ക് വകവെച്ചു കൊടുക്കാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരരുത്. നമ്മുടെ സഹോദരിയോ നമ്മുടെ പെൺമക്കളോ അവരെന്തെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടി, പക്ഷെ അവരത് ഉദ്ദേശിക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിലോ ചെയ്തതാണ്, അവരത് അങ്ങനെ കരുതി കൂട്ടി ചെയ്തതായിരുന്നില്ല. അങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മനസ്സുള്ള അനീതി ചെയ്യാത്തവരും ആയിരിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും ഒരുമിച്ച് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതല്ലാതെ ദയൂസുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ദയൂസ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് ദയൂസ്? സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ തനിക്ക് കീഴിലുള്ള ആളുകൾക്കിടയിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ നടന്നാലും ഒരു പ്രശ്നവുമില്ലാത്തവൻ, അവനതിനൊരു കുഴപ്പവും തോന്നുകയില്ല, അവനതിന് കണ്ണടച്ചു കൊടുക്കും. എവിടെ പോയി പുരുഷന്മാരുടെ പൗരുഷം? അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ഗാംഭീര്യം എവിടെ? അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ഉത്തരവാദിത്തമുണ്ട്, വെറുതെ അല്ല. അള്ളാഹു ചിലർക്ക് അവൻ്റെ പടപ്പുകളിൽ ചിലർക്ക് നൽകിയ ശ്രേഷ്ഠതയാണത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. നോക്കൂ, ആ ഉത്തരവാദിത്തം പുരുഷന്മാർക്കുണ്ടാകണം. വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് പ്രിയമുള്ളവരെ ഹറാമായ ഖൽവത്ത് സൂക്ഷിക്കുക. അഥവാ ഇങ്ങനെയുള്ള രൂപത്തിൽ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിൽ സ്ത്രീകളുമായി തനിച്ചാവുക, ശരീരം കൊണ്ട് തനിച്ചാവുക വളരെ ഗൗരവപ്പെട്ടതാണ്. എന്നാൽ നോക്കൂ, ആധുനിക കാലത്ത് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വഴി ദൂരെയുള്ള സ്ത്രീകളുമായി മറ്റാരും അറിയാതെ അവരുമായി സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൈമാറുക. അത് ചിലപ്പോൾ ഹലാലായ കാര്യത്തിലായിരിക്കും തുടങ്ങുക, പക്ഷെ അതിൻ്റെ പരിധി വിട്ട് മോശമായ കാര്യങ്ങളിലേക്ക്, മോശമായ ബന്ധങ്ങളിലേക്ക് അതെത്തിപ്പെടുന്നു. പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരുക, അവർ കൂടിക്കലർന്നുള്ള പഠനങ്ങളും ജോലികളും ഇതെല്ലാം എത്ര തിന്മകളിലേക്ക് നയിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ളതല്ലാത്ത പഠനത്തിന് സാധിക്കുന്ന ഇടങ്ങൾ അതുണ്ടാക്കിയെടുക്കുക, തൊഴിലിടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ഒരാൾക്ക് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഉമ്മത്തൊന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശ്രമിച്ച് മുസ്ലിമീങ്ങൾ വിജയിപ്പിച്ചെടുത്ത എത്ര നല്ല സംവിധാനങ്ങൾ
പഠിക്കാനുള്ള ഇടങ്ങൾ പല പല നാടുകളിലുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ പ്രത്യേകിച്ച് പണമുള്ളവരുടെ, അധികാരമുള്ളവരുടെ, സ്വാധീനമുള്ളവരുടെ ഉത്തരവാദിത്തമാണിത്. അവരുടെ കാര്യങ്ങൾ നോക്കുക. പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ പഠിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഈ ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. സ്ത്രീകൾ അവരുടെ വേഷവിധാനവും അവരുടെ അച്ചടക്കവുമെല്ലാം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മഹ്റമില്ലാതെ അവർ യാത്ര ചെയ്യാതിരിക്കുക, വിവാഹം എളുപ്പമാക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇയകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങളിലെ വിവാഹിതരല്ലാത്ത ആളുകളെ വിവാഹം ചെയ്യിപ്പിക്കുക. അൽ അയാമ എന്നാണ് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം. നോക്കൂ, ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അയ്യിം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാര്യയില്ലാത്തൊരു പുരുഷൻ, ഭർത്താവില്ലാത്ത സ്ത്രീ, അവരെ വിവാഹം ചെയ്യിപ്പിക്കുക. അത് നേരത്തെ വിവാഹിതരായിരുന്ന ആളുകളാകട്ടെ, എന്നിട്ട് ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ തലാഖ് ചെയ്യപ്പെടുകയോ ചെയ്ത സ്ത്രീകളോ, അല്ലെങ്കിൽ തലാഖ് ചെയ്ത പുരുഷനോ, ഭാര്യ മരിച്ച പുരുഷനോ ആകട്ടെ, ഇനി അതല്ല തീരെ വിവാഹം ചെയ്യാത്തവരോ ആകട്ടെ, അവരെ വിവാഹം കഴിപ്പിക്കുക. പ്രിയമുള്ളവരെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ആൺമക്കളെ വിവാഹത്തിന് സഹായിക്കുക. പെൺമക്കളുടെ വിവാഹം അതിന് സഹായിക്കുന്നത് പോലെ ആൺമക്കളുടെ വിവാഹത്തിനും സഹായിക്കുക. നമ്മുടെ പെൺകുട്ടികളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, പിഴച്ച ആശയങ്ങൾ അവരുടെ തലയിൽ കടത്തിവിടുന്ന ഒരു പ്രവണത ഇന്നിതാ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. എൻ്റെ സഹോദരിമാർ അറിയുക, അവരൊരിക്കലും നിങ്ങൾക്ക് ഖൈറല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നന്മ വരാൻ ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ അവർ വിവരമില്ലാത്തവരാണ്, അതല്ല എങ്കിൽ അവർക്ക് ദുഷ്ടലാക്കുണ്ട്, വൃത്തികെട്ട ഉദ്ദേശങ്ങൾ അതിനു പിന്നിലുണ്ട്. വിവാഹം നിങ്ങളുടെ ഒരു ഖൈറിനും തടസ്സം നിൽക്കുകയില്ല. മറിച്ച് നിങ്ങൾക്ക് അല്ലാഹുവിൽ വലിയ പ്രതിഫലവും ഈ ലോകത്തും പരലോകത്തും നന്മകളുമാണ് വിവാഹം കൊണ്ടുണ്ടാവുക. നിങ്ങളുടെ ദീൻ അത് മുഖേന പകുതി പൂർത്തിയാകുന്നു. ബാക്കി ദീനിൽ അള്ളാഹുവിനെ വിവാഹം കഴിച്ചവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അവസാനമായി ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നാം സൂക്ഷിക്കുക. ഇത്തരം തിന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലേക്ക് പ്രേരണ വന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഇത്തരം തിന്മകൾക്ക് വെച്ചിട്ടുള്ള ശിക്ഷകളെ സൂക്ഷിക്കുക. ദുനിയാവിൽ അതിന് ശിക്ഷയുണ്ട്. ലൈംഗിക അരാജകത്വത്തിൽ കഴിയുന്നവൻ, ലൈംഗികമായ തിന്മകളിൽ കഴിയുന്നവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുഖം കെടുത്തി കളയും. അള്ളാഹു അവനെ ഈ ലോകത്ത് നിന്ദനാക്കി കളയും. നോക്കൂ, അവൻ്റെ കുടുംബത്തിൽ ആ തിന്മ നടക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞതുപോലെ വ്യഭിചാരം കടം കൊടുത്തതുപോലെയാണ്. നീ അത് പുറത്തുപോയി മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ നീ ചെയ്താൽ നിന്റെ കുടുംബത്തിൽ നീ അറിയാതെ അത് നടക്കാൻ വലിയ സാധ്യതയുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. നീ മറ്റുള്ളവരുടെ മക്കളെ അവരെ ദുഷിപ്പിച്ചാൽ നിന്റെ മക്കളെ നാളെ നീ കരഞ്ഞു പോകുന്ന രൂപത്തിൽ, നീ സങ്കടപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കാൻ അള്ളാഹു ആളുകളെ നിശ്ചയിച്ചേക്കും. അതുപോലെ പരലോകത്ത് അപമാനിക്കപ്പെടുന്നത്, നമ്മൾ ബഹുമാനിക്കുന്നവരും നമ്മെ ബഹുമാനിക്കുന്നവരുമായ ലോകരെല്ലാം വരുന്ന ആ മഹ്ശറിൽ നമ്മുടെ ഈ വൃത്തികേടുകൾ പ്രദർശിപ്പിക്കപ്പെടുക. ഖബറിൽ വ്യഭിചാരികൾക്ക് ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരടുപ്പിൽ നഗ്നരായി വ്യഭിചാരികളായ പുരുഷന്മാരും സ്ത്രീകളും കത്തിയെരിയുകയാണ്. താഴെ നിന്നുള്ള തീ മുകളിലേക്ക്, കുടുങ്ങിയ വായുള്ള മുകളിലേക്ക്, ആ തീയിൻ്റെ അടുപ്പിൻ്റെ മുകളിലേക്ക് അവരെ കൊണ്ടുപോകും. വീണ്ടും അവർ താഴേക്ക് പോകും. ബർസഖിൽ ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന ശിക്ഷയാണിതെല്ലാം. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കാനും ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാനും വ്യഭിചാരവും സ്വവർഗരതിയും പോലെയുള്ള വൃത്തികേടുകളിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. وصلى الله وسلم على نبينا محمد.